ഹലോ എവ്രി വൺ, എൻ്റെ പേര് സലു. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഇന്ന് നമ്മൾ കാണിക്കുന്നത് ടെറാറിയം വളരെ ഈസി ആയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ എങ്ങനെ ഉണ്ടാക്കാം എന്നാണ്. അതിൻ്റെ കെയർ എങ്ങനെയാണ്, ഇതെല്ലാം നമുക്കൊന്ന് നോക്കാം. ഞാൻ ചെയ്തിരിക്കുന്ന ഒരു മിനി ലാൻഡ്സ്കേപ്പ് ആയിട്ടാണ് ടെറാറിയം ചെയ്തിരിക്കുന്നത്. രണ്ട് തരത്തിലുള്ള ടെറാറിയമാണുള്ളത്, ഓപ്പൺ ആൻഡ് ക്ലോസ്ഡ്. ഞാൻ ഇന്ന് ചെയ്യുന്നത് ഓപ്പൺ ടെറാറിയമാണ്. ടെറാറിയത്തിൽ ഒരിക്കലും ഡയറക്റ്റായിട്ട് സൺലൈറ്റ് വരാൻ പാടില്ല, പക്ഷേ ഇൻഡയറക്റ്റ് സൺലൈറ്റ് വളരെയധികം വേണ്ടതാണ്. അതുപോലെ തന്നെ വാട്ടറിങ് വളരെ കുറച്ച് മതി, സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. അതുകൂടാതെ നമ്മൾ ആ സോയിലിൽ തൊട്ട് നോക്കുന്ന സമയത്ത് നമുക്ക് നനവില്ല എന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് വെള്ളം കൊടുക്കാം. ടെറാറിയം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. പല ടൈപ്സിലുള്ള ഗ്ലാസ് കണ്ടെയ്നേഴ്സ് അവൈലബിൾ ആണ് മാർക്കറ്റിൽ. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ബൾബ് ഷേപ്പിലുള്ളതും അതുപോലെ തന്നെ ഒരു ഗ്ലോബ് ഷേപ്പിലുള്ള റൗണ്ട് ഷേപ്പിലാണ് ഒരെണ്ണം വന്നിരിക്കുന്നത്. ആദ്യം നമുക്ക് ഈ കണ്ടെയ്നറിലേക്ക് നമ്മൾ പോട്ടിംഗ് സോയിലാണ് ആദ്യം നമ്മൾ കൊടുക്കുന്നത്. ചില സമയത്ത് നമുക്ക് ചാർക്കോൾ കൊടുക്കാം. ചാർക്കോൾ ഫസ്റ്റ് ലെയർ കൊടുത്തതിന് ശേഷം അതിൻ്റെ മേളിലായിട്ട് പോട്ടിംഗ് സോയിൽ കൊടുക്കാം. ഞാനിപ്പോൾ ക്ലേ ബോൾസിൻ്റെ അത് യൂസ് ചെയ്യുന്നത് കാരണം ഞാൻ ആദ്യം തന്നെ പോട്ടിംഗ് സോയിൽ കൊടുക്കുകയാണ്. അതിൻ്റെ മേൽ ഭാഗത്തായിട്ടാണ് ഞാൻ ക്ലേ ബോൾസ് ഇടുന്നത്. ചാർക്കോൾ ഇടുന്ന സമയത്ത് നമ്മൾ കെമിക്കൽ ഫ്രീ ആണോ എന്ന് നോക്കിയതിന് ശേഷം മാത്രമേ ടെറാറിയത്തിൽ ഇടാവുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ പ്ലാന്റ് പെട്ടെന്ന് തന്നെ ചീത്തയായി പോകും. ഈ ഗ്ലാസ് കണ്ടെയ്നറിൻ്റെ അകത്ത് നമുക്ക് ഡ്രെയിനേജ് ഹോൾ ഇല്ലാത്തത് കൊണ്ട് ചാർക്കോളോ അല്ലെങ്കിൽ ക്ലേ ബോൾസോ ഇട്ട് കഴിഞ്ഞാൽ എക്സസ് ആയിട്ടുള്ള വാട്ടർ പെട്ടെന്ന് വലിച്ചെടുക്കും. അപ്പോൾ കൂടുതൽ കാലം ഈ പ്ലാന്റ് വളരെ ഹെൽത്തി ആയിട്ട് വളരുന്നതായിരിക്കും. ക്ലോസ്ഡ് ടെറാറിയത്തിൽ വളരെ കുറച്ച് വാട്ടറിങ് മാത്രം മതി. ക്ലോസ്ഡ് ടെറാറിയത്തിൽ വെക്കാൻ പറ്റിയ പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ ലെമൺ ബട്ടൺ ഫേൺസ്, അതുപോലെ പെപ്രോമിയ, നെർവ് പ്ലാൻ അല്ലെങ്കിൽ മോസസ്, ഇതെല്ലാം നല്ല പ്ലാന്റ്സ് ആണ് നമുക്ക് ക്ലോസ്ഡ് ടെറാറിയത്തിൻ്റെ അകത്ത് വെക്കാൻ പറ്റുന്നത്. ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓപ്പൺ ടെറാറിയത്തിൻ്റെ അകത്ത് വെക്കാൻ പറ്റുന്ന നല്ല പ്ലാന്റ്സ് എന്ന് പറയുന്നത് കാക്ടസ് ഉണ്ട്, സെക്കുലൻസ് ഉണ്ട്, അതുപോലെ ഫേൺസ് ഉണ്ട്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫേൺസ് ഉണ്ട്. ഇതെല്ലാം നമുക്ക് ഈ ഓപ്പൺ ടെറാറിയത്തിൻ്റെ അകത്ത് വെക്കാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ അകത്ത് പോട്ടിംഗ് സോയിൽ വളരെ നന്നായിട്ട് 2-3 ലെയറായിട്ട് കൊടുക്കുക. അതൊരു ലാൻഡ്സ്കേപ്പായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ടെറാറിയത്തിന് ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന ഫേൺസ് ഉണ്ട്, അതുപോലെ തന്നെ കാക്ടസും വെച്ചിട്ടുണ്ട്. ഇതിന് വേണ്ടിയിട്ട് കുറച്ച് പായൽ വേണം, അതുപോലെ തന്നെ കുറച്ച് തടി കഷ്ണവും വേണം, കുറച്ച് മെറ്റൽ എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ക്ലേ ബോൾസും വെച്ചിട്ടുണ്ട്. ഇവിടെ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു ഫേണിൻ്റെ പ്ലാന്റാണ് എടുത്തിരിക്കുന്നത്. സാധാരണ മതിലിലൊക്കെ ധാരാളമായിട്ട് കാണുന്നതാണ്. മഴ സീസൺ കഴിയുമ്പോഴാണ് ധാരാളമായിട്ട് വളർന്നു നിൽക്കുന്നത് കാണുന്നത്. ഇത് ചെറിയൊരു പ്ലാന്റാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. വളരെ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം, കാരണം വേരുകൾ താഴേക്ക് ഈ പോട്ടിംഗ് സോയിലുമായിട്ട് നല്ലതുപോലെ വന്നാൽ മാത്രമേ സ്റ്റിഫായിട്ടിരിക്കത്തുള്ളൂ. അടിയിലത്തെ ലെയറിൽ നമുക്ക് ചാർക്കോൾ കൊടുക്കുകയാണെങ്കിലും വളരെ നല്ലതാണ്, കാരണം എക്സസ് ആയിട്ടുള്ള വാട്ടർ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് വലിച്ചെടുക്കും. അപ്പം അതിന് ശേഷം മേളിൽ വേണമെങ്കിൽ പോട്ടിംഗ് സോയിൽ കൊടുക്കാം. ഞാനിവിടെ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ രണ്ടാമതൊരു കാക്ടസും കൂടെ വെച്ചിട്ടുണ്ട്.
ഇനി ഇതിലേക്ക് നമുക്ക് പായൽ വെച്ച് കൊടുക്കാം. ഞാൻ ഇതിൻ്റെ അകത്ത് ഒരു തടി കഷ്ണം വെച്ചിട്ടുണ്ട്. കാണുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ വെച്ചിരിക്കുന്നത്. ഒരു ചെറിയ സ്റ്റോണും അതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ചുറ്റും കാണുന്ന സാധനങ്ങളെല്ലാം വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഈ ടെറാറിയം ഉണ്ടാക്കിയത്. ഇതിപ്പോൾ ഏത് കണ്ടെയ്നറിൽ വേണമെങ്കിലും നമുക്ക് വെക്കാം. ഇപ്പോൾ ഈവൻ ഗ്ലാസ്സിൽ പോലും നല്ല ഗ്ലാസ് ഉണ്ടെങ്കിൽ അതിനകത്ത് തന്നെ നമുക്ക് വെക്കാവുന്നതേ ഉള്ളൂ. റൂമിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഒരു അട്രാക്റ്റീവാണ്. മോറോവർ അതൊരു പോസിറ്റീവ് എനർജിയും കൂടെ തരുന്നതാണ്. എവിടെ വേണമെങ്കിലും നമുക്ക് ഈസി ആയിട്ട് ഹാങ് ചെയ്തിടാവുന്നതാണ്. ടെറാറിയം നമുക്ക് പല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് വേണമെങ്കിൽ ഒരു ചെറിയ ഹൗസൊക്കെ മിനിയേച്ചർ രീതിയിലുള്ള ടോയ്സും അതൊക്കെ വെച്ചിട്ട് ഗാർഡനിൻ്റെ അകത്ത് സെറ്റ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ടെറാറിയത്തിൻ്റെ അകത്തും സെറ്റ് ചെയ്യാൻ പറ്റും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ആയിട്ട് ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇത് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്കും ഇതുപോലെ ചെറിയ ടെറാറിയം ഉണ്ടാക്കാൻ പറ്റും.